ഞാൻ രശ്മി, തനിമ സ്പെഷ്യൽ ന്യൂസ്. മുളമൂട് കുറകോണം റോഡ് തകർന്നു കിടക്കുന്നുവെന്ന യാഥാർത്ഥ്യം നിങ്ങളെപ്പോലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്നെയും വേദനിപ്പിക്കുന്നതാണ്. ഈ റോഡിനു വേണ്ടി ജില്ലാ പഞ്ചായത്ത് അംഗം ഒരു ഫണ്ടും വിനിയോഗിക്കാൻ ശ്രമിച്ചില്ല എന്ന പ്രയോഗം തീർത്തും നിഷേധിക്കുന്നു. യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം ആ പ്രദേശത്തെ എല്ലാവർക്കും ഇത് നന്നായി അറിയാവുന്നതാണ്. 2023-24 ഫണ്ട് എന്തുകൊണ്ടാണ് വിനിയോഗിക്കാൻ കഴിയാത്തതെന്നും അത് 2024-25 വീണ്ടും ഓർഡറായി നടപ്പിൽ വരുത്തുവാൻ എടുത്ത എന്റെ ശ്രമവും ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തുടർച്ചയായി മഴ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പണി തുടങ്ങുവാൻ കാലതാമസം നേരിടുന്നത് എന്ന വിവരം വീണ്ടും അറിയിക്കുന്നു. മുളമൂട് കുറകോണം റോഡിന്റെ പണികൾ ഞങ്ങൾ സമരം നടത്തിയതുകൊണ്ട് യാഥാർത്ഥ്യമായി എന്ന് ജനങ്ങളോട് വിളിച്ചു പറയുന്നവർ യാഥാർത്ഥ്യങ്ങളെ മറച്ച് താൽക്കാലിക ലാഭം മാത്രം ലക്ഷ്യമാക്കി രംഗത്തിറങ്ങുകയാണ്. കാലാവസ്ഥ അനുകൂലമായാൽ ഈ റോഡിന്റെ ടാറിംഗ് പണികൾ വളരെ വേഗം പൂർത്തിയാക്കുമെന്ന് ഞാൻ അറിയിക്കുന്നു. നമസ്തേ, ഞാൻ രാധീർ ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് പൂവച്ചൽ ഡിവിഷൻ. ഇന്ന് പൂവച്ചൽ പഞ്ചായത്തിലെ മുളമൂട് ഒരു റോഡ് ഉപരോധം നടന്നു. അതിലൊരു നോട്ടീസിൽ ഞാൻ കണ്ടത് പൂവച്ചൽ മുളമൂട് റോഡിലെ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് ഒരു ഫണ്ടും വെച്ചിട്ടില്ല എന്ന്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ജില്ലാ പഞ്ചായത്ത് തന്നെ എന്നുള്ള നിലയിൽ പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെ കടമയാണെന്ന് വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. പൂവച്ചൽ മുളമൂട് മുതൽ കുറക്കോണം വരെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് ഗ്രാൻഡിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപയുടെ ഒരു വർക്ക് തുടങ്ങാൻ പോവുകയാണ് ആകുമെന്നാണ് കരാറുകാരൻ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പൂവച്ചൽ മുതൽ പട്ടകുളം വരെയുള്ള റോഡ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയിലെ റോഡാണ്. അപ്പോൾ അവിടെ ഒരു ബോർഡുണ്ട്, അതൊക്കെ നോക്കിയാൽ അറിയാം. PMGSയുടെ ഈ റോഡ് 2014 കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം പണി പൂർത്തിയാക്കിയ ഒരു റോഡാണ്. പക്ഷേ 2020-21 ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ട് ഞാൻ വരുമ്പോഴേക്കും ഈ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. റോഡ് വളരെയധികം പൊട്ടിപ്പൊളിഞ്ഞ ഒരവസ്ഥയിൽ ആയിരുന്നു. 23-24 വർഷത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് ഗ്രാൻഡ് വെച്ചത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ ഞാനും സ്ഥിരമായി അതുവഴി പോകുന്ന ഒരു യാത്രക്കാരിയാണ്. എൻ്റെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞതുകൊണ്ട് തന്നെ 23-24 വർഷത്തെ മെയിൻ്റനൻസ് ഗ്രാൻഡ് വിഹിതം 20 ലക്ഷം രൂപ ആ റോഡ് മെയിൻ്റനൻസിനായി വെച്ചു. നിലവിൽ നമ്മുടെ റോഡ് പൂർത്തിയാകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ JJMൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നേരിട്ട് പോയി കാര്യം അറിയിച്ചു. അതനുസരിച്ച് കുറക്കോണം മുതൽ മുളമൂട് വരെയുള്ള ജില്ലാ പഞ്ചായത്ത് വർക്കിൻ്റെ എസ്റ്റിമേറ്റ് എത്ര ദൂരമുണ്ടോ അതുവരെയുള്ള പൈപ്പ് ലൈൻ ഇൻ ആൻഡ് ഔട്ട് 2 പൈപ്പ് ലൈനാണ്, വലിയ പൈപ്പ് ലൈനുകൾ ഇതുവഴി ഇടാനുള്ള പ്രോജക്റ്റ് കൂടെ സാറ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് റോഡ് വലിയ രീതിയിൽ കുഴിച്ചാൽ മാത്രമേ ഈ പൈപ്പ് ലൈൻ ഇടാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ ഈ റോഡ് മെയിൻ്റനൻസ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് അത് പൊളിക്കാനുള്ള അധികാരം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ പിന്നീട് ജലജീവനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ജനങ്ങൾക്ക് ജലവുമായി കുടിവെള്ളം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിൽ അവിടെ പൈപ്പ് ലൈൻ ഇട്ടതിന് ശേഷം റോഡ് പണി തുടങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. 2024-25 ഇതിനെ വീണ്ടും ഈ സെയിം വർക്കിനെ സ്പിൽ ഓവറാക്കി അംഗീകരിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് എല്ലാ പേപ്പർ വർക്കുകളും പൂർത്തീകരിച്ച് കഴിഞ്ഞ ദിവസം അവിടെ റോഡ് മെയിൻ്റനൻസിന് സാധനങ്ങൾ മെറ്റൽ അവിടെ ഇറക്കുകയുടെ വഴി ചെയ്തിരുന്നു. അവിടെ റോഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നതാണ് ഇപ്പോൾ കരാറുകാരൻ എന്നെ അറിയിച്ചിരിക്കുന്നത്. മഴ കാരണം നമുക്കറിയാം, കഴിഞ്ഞ 1-2 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ നിൽക്കുകയാണ്. മഴയത്ത് റോഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും മഴ ഇപ്പോൾ 2 ദിവസം തോന്നുന്നത് അനുസരിച്ചാണ് ഇപ്പോൾ ഈ ആഴ്ച പണി തുടങ്ങാമെന്ന് കരാറുകാരൻ അറിയിച്ചിട്ടുണ്ട്. ആ സമരത്തിലെ ഒരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പണി പൂർത്തിയാക്കിയതും 2014, എന്നാൽ ഇപ്പോൾ വന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഒരു ഫണ്ട് പോലും അതിൽ വെച്ചിട്ടില്ല എന്നുള്ളത്. അതിനകത്തുള്ള അവിടുത്തെ മുഴുവൻ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾക്കും ആ റോഡിൻ്റെ ഇരുവശവുമുള്ള ജനങ്ങൾക്കും വളരെ ഭംഗിയായിട്ട് അവർക്ക് അറിയാവുന്നതാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ വർക്കിന് വേണ്ടിയിട്ട് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നതിനപ്പുറം അവിടുത്തെ ഒരു നാട്ടുകാരി എന്നുള്ള നിലയിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ വർക്കുകൾക്കും വേണ്ടിയിട്ടും എല്ലാ ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ എന്നെ അവിശ്വസിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്.